Papa, you are our light, you are Holy One, you are our cover, you are our glory, you are our goodness, you are our hiding place. Holy, holy, holy. Appa, ഞങ്ങളെ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. Appa, Father, loving Father, we praise you, Papa. Hallelujah. Thank you, Jesus, for this wonderful evening, Papa. ഈ റഹ്മത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പിനെ ഇത്രത്തോളം നടത്തിയ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് നടത്തുന്ന ഓരോ വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു. You are our most high God, great God, God of gods, living God, loving God. ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. Lord, you are the God of hallelujah, who forgives us. Lord the King, we praise you. Lord of us, Lord of peace, സമാധാനത്തിന്റെ ദൈവമേ, most holy, hallelujah, the Holy One who inhabits eternity, we praise you. Lord Adonai, Adonai Jireh, Adonai Shalom, Adonai Mashambe, Rimala Barasiko, Rasikalaraba. കർത്താവേ, ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ദാസരെ അടിയനോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ നാവിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന ഓരോ വചനങ്ങളും കർത്താവേ, അങ്ങ് പറയുന്ന ദൂതുകളും ഇന്ന് രാത്രി ഞങ്ങൾക്ക് വലിയ രൂപാന്തരത്തിന് കാരണമായി തീരണം കർത്താവേ. ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെ യേശുക്രിസ്തു രക്തത്താൽ കവർ ചെയ്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാർ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങിയിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ശുശ്രൂഷകൻ അങ്ങ് അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ അഭിഷിക്തനെ ഞങ്ങളുടെ നടുവിൽ അയച്ചതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് ഇന്ന് രാത്രി ശക്തമായി ഇടപെടാൻ പോകുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ, തിരക്താൽ ഞങ്ങളെ കഴുകണമേ. ദേശങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓ റീമാല ശാകാര ബറിദികോ റസ്യ ഇലക്ഷനൊക്കെ നടന്നല്ലോ. എല്ലായിടത്തും സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും നടത്തിയ ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഓ രാമാശാകാരബ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ രാമസ്യ, ഞങ്ങളുടെ സ്തുതി, സ്തോത്രം, പാട്ട്, ആരാധന, വചനധ്യാനം എല്ലാം യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങളിൽ ഒരു വലിയ അഭിഷേകം ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ ഇറങ്ങാൻ പോകുന്നതിനായി സ്തോത്രം. വലിയ കർത്താവേ, കഴുകനെ പോലെ ദിവസങ്ങളിൽ ഓ ശക്തമായി പറന്ന് പറന്ന് ഹല്ലേലൂയ ഉയരങ്ങളിലേക്ക്, ഓ രമന ശകരബ സ്പിരിറ്റ് റെലത്തിന്റെ ഹൈ റെലംസിലേക്ക് കയറുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനത്തിലെ ആഴത്തിലെ മുത്തുകൾ ഞങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോ കുടുംബങ്ങളെ കടന്നു വരുവാനുള്ള കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് വേഗം കൂട്ടി വരുത്തണമേ. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം കർത്താവേ. ഹല്ലേലൂയ. വചനം ക്രിയ ചെയ്യാതെ തടസ്സം ചെയ്യുന്ന എല്ലാ ദുഷ്ടന്റെ പദ്ധതികളെയും we break it in the mighty name of Jesus Christ. എല്ലാ മനസ്സുകളെയും കർത്താവ്, എല്ലാവരുടെ തോട്ട്സിനെയും ഹല്ലേലൂയ വചനത്തിന് വിരോധമായിട്ടുള്ള എല്ലാറ്റിനെയും I break it in the mighty name of Jesus Christ. കർത്താവ് വലിയ സാന്നിധ്യം ഞങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന, അപ്പൻ ചെയ്ത എല്ലാ നന്മകൾക്കും അപ്പാ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അപ്പാ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സകല പ്രാർത്ഥനയാചനയെ അപ്പച്ചക്കെട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചിരുന്ന യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കടന്നു വന്ന എല്ലാ മക്കളെ ഓർത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു പാട്ടുപാടി കർത്താവിനെ ആരാധിച്ച് നമുക്ക് വേഗം വചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, ക്ലേശം തീർന്നു നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ, വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ, രാജാധിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, പ്രാണപ്രിയൻ
രാജാതിരാജൻ മഹിമയുടെ വാനമേഘത്തിൻ എഴുന്നള്ളാറായി ഒരുങ്ങി നിന്നോ തന്നോടുകൂടി മണിയറയിൽ വാഴാൻ കാലമായി മണിയറയിൽ വാഴാൻ കാലമായി രാജാതിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി യുഗയുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി വാഴും സുദിനം ആസന്നമായി രാജാതിരാജൻ മഹിമയുടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി കാഹളധ്വനി കേൾക്കും മാത്രയിൽ മനോരൂപമായി പറന്നിടാറായി മനോരൂപമായി പറന്നിടാറായി രാജാതിരാജാരാലബ ശഖരബ രാധാരലബ ശഖലബ റിഖബര ദേരബ ശേഖോ രസിഖലബ റീമോ നമ്മുടെ കഷ്ടങ്ങൾ നമ്മുടെ പരിഹാസങ്ങൾ നമ്മുടെ നിന്ദകൾ ദൂഷികൾ ഒക്കെ തീരാൻ കാലമായി ദൈവമക്കളെ അദാരബ ശേഖോ രസ്യ പ്രാണപ്രിയന്റെ പൊന്നു മുഖത്തെ കാണാൻ തേജസ്സോടെ നമ്മ കാണുവാൻ പോകുകയാണ് കുടാരക സന്ദര റിക്കോ രവസന്ദരബ അവിടെ നമ്മൾ പാട്ടുകാർ പറയുന്നു ഒരുങ്ങി നിന്നോർ കർത്താവിനോട് കൂടെ മണിയറയിൽ വാഴാനുള്ള കാലം അടുത്തു ആധാരവശന്തരബ അതിനായി നമ്മളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഉദാരക സന്ദര റിക്കോ രവസന്ദരബ ഞാൻ ഓരോ ടെസ്റ്റ് മണി നിങ്ങളുമായി ഷെയർ ചെയ്തിട്ട് നമുക്ക് വേഗം വർഷത്തിലേക്ക് കിടക്കാം. ഹല്ലേലൂയ. ഞാനൊരു സർജൻ, ഒരു മെഡിക്കൽ കോളേജിന്റെ ഓണറും ഒരു മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ സർജന്റെ ഒരു ടെസ്റ്റ് മണിയാണ് ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടറിന്റെ. ഹല്ലേലൂയ. ആ ടെസ്റ്റ് മണി വളരെ ഷോർട്ടായിട്ട് ഞാൻ പറയാൻ, കാര്യം നമുക്ക് അത്രയും സമയമില്ല. ആ സർജൻ ആക്ച്വലി ഒരുപാട് ഓപ്പറേഷൻസ് ഡെയിലി ചെയ്യുന്ന ഒരു സർജൻ ആയിരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് ഒരു പേഷ്യന്റ് വന്നിട്ട് തൻ്റെ ത്രോട്ടിന്റെ അവിടെ ഒരു ഗോയിറ്റർ, നമുക്കറിയാമല്ലോ, കഴുത്തിന്റെ ഭാഗം മുഴുവൻ ഭയങ്കരമായിട്ട് ബൾജ് ചെയ്തിരിക്കുന്ന ഒരു വല്ലാത്ത സീരിയസ് സിറ്റുവേഷനിൽ വന്നു. അപ്പം ഈ സർജൻ പറഞ്ഞു, ഓക്കെ, ഇന്ന് തന്നെ ഞാൻ സർജറിക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യാണ്, വേഗം വരണം, ഇത് ഉടനെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ അത് വേറെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആ പേഷ്യന്റ് ആ അടുത്ത ദിവസം വന്ന് സർജറി ഡേറ്റ് ബാക്കി കാര്യങ്ങൾ നമുക്കറിയാലോ, ഓപ്പറേഷന് മുന്നേ ഉള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൈഡേ ആയിരുന്നു. സൺഡേ ഈ സർജൻ ആ സൺഡേ വൈഫുമായിട്ട് മാർക്കറ്റിൽ പോകുമ്പോൾ ഈ പേഷ്യന്റിനെ അവിടെ കാണുകയും, ഈ പേഷ്യന്റ് ഇതൊരു അരുണാചൽ പ്രദേശിലാണ്, അവരിങ്ങനെ കഴുത്തിലൊരു നമ്മൾ ഈ ടൗല് പോലൊരു സാധനം അവരിങ്ങനെ കെട്ടിയിരുന്നു. അപ്പം പേഷ്യന്റിനെ കണ്ടുവരുന്ന ഈ സർജൻ ഞെട്ടിപ്പോയി. എന്താ സർജറിയുടെ കാര്യങ്ങൾക്ക് വേഗം വരാത്ത, എന്താ സീരിയസ് ആണെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അപ്പം ആ ടവൽ ഊരി കാണിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ദേവദാസന്റെ അടുത്ത് പോയി, ഒരു പോലീസ് ഓഫീസറാണ്, ആ ദേവദാസൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് സൗഖ്യമായി. ഇതുപോലെ ഈ സർജന് വേറൊരു ഇൻസിഡന്റ് ഇതുപോലെ ഉണ്ടായി. 2 കിഡ്നി വളരെ സീരിയസ് ആയി, പുള്ളി ഇനി വർക്ക് ചെയ്യത്തില്ല, ആ പുള്ളി ഇനി ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞ കേസ്. ഇതുപോലെ ഒരു സർജറി ചെയ്താൽ ചിലപ്പോൾ ഒരു വ്യത്യാസം കാണുമെന്ന് പറഞ്ഞ് സർജറിക്ക് എഴുതി കൊടുത്തു. ആ വ്യക്തിയും ഇതുപോലെ ഈ സർജൻ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നുണ്ടായിരുന്നു. എന്താ പറയാ, രക്ഷിക്കപ്പെട്ടതൊക്കെ ആയിരുന്നു, പക്ഷെ അത്രയും ദൈവവിശ്വാസമൊന്നുമില്ല, കർത്താവ് സൗഖ്യമാക്കും എന്നുള്ള വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പം ഈ സർജന്റെ ഉള്ളിൽ ഞാൻ സർജറി ചെയ്യുന്ന ഒരാളാണ്, ആൾക്കാരെ സൗഖ്യമാക്കുന്ന ആളാണ്, ഞാൻ മെഡിസിൻ കൊടുക്കുന്ന ആളാണ്, എനിക്ക് സൗഖ്യമാക്കാൻ പറ്റും, അതുപോലെയാണല്ലോ ഇത് ദൈവം സൗഖ്യമാക്കി. പക്ഷെ ദൈവം ഈ സർജനോട് ആ കിഡ്നി 2 ഫെയിൽ ആയിരുന്ന വ്യക്തി ആ ചർച്ചിനുള്ളിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ്, കഴിഞ്ഞ രാത്രി കർത്താവ് ആ ദേവദാസിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആ കർത്താവ് സൗഖ്യമാക്കി, എനിക്ക് ഇനി സർജറി വേണ്ട. ഈ ദേവദാസൻ അതുവരെ സാധാരണ
സാധാരണ ഒരു വിശ്വാസിയായിരുന്നു. ആ സർജന്റെ ഉള്ളിൽ കർത്താവ് സംസാരിച്ചു, നീ സർജറി ചെയ്താൽ നീ എത്ര മണിക്കൂർ എടുത്ത് ഈ പേഷ്യന്റിനെ നീ സർജറി ചെയ്യേണ്ടി വരും, എത്ര ബോട്ടിൽ ബ്ലഡ് വേണ്ടി വരും. ഹല്ലേലൂയ. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാൽ എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കുടാല ശഖറബ റീകോ റസ്യ. അപ്പോൾ ഈ സർജന് വിശ്വാസം വന്നു. ഓക്കെ, എങ്കിൽ ഇനി വരുന്ന പേഷ്യൻസിനെ ഞാൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും, അവരെ ഞാൻ സൗഖ്യമാക്കും കർത്താവിന്റെ അഭിഷേകത്താൽ, ഹീലിംഗ് അനോയിന്റ്മെന്റോടുകൂടി. അങ്ങനെ ചില കാര്യങ്ങൾ കുറച്ചുകൂടി ഉണ്ട്. അത്ര സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മെയിൻ പാർട്ട് മാത്രം പറയാം. ഒരു പോലീസ് ഓഫീസറിന്റെ ഭാര്യ, അവർ ട്രീറ്റ്മെന്റ് എടുത്ത ഡോക്ടർ പറഞ്ഞു ഇനി അവർ ജീവിക്കത്തില്ല, ഒരാഴ്ചയും കൂടെ ലൈഫ് കാണും, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ആ പോലീസ് ഓഫീസറിന് ഒരിക്കലും തന്റെ ഭാര്യ ഭവനത്തിൽ കിടന്ന് മരിക്കുന്നത് കാണാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഈ നമ്മൾ പറഞ്ഞ സർജന്റെ ഹോസ്പിറ്റൽ, ഒരു BTM അങ്ങനെ ഒരു ഹോസ്പിറ്റലാണ്, ആ ഹോസ്പിറ്റലിൽ ഈ വൈഫിനെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ സർജൻ ഈ പേഷ്യന്റിനെ കണ്ടിട്ട് പറഞ്ഞു, ഒരു 1% ഹോപ്പ് പോലും ഇല്ല, ഇവിടെ അഡ്മിറ്റ് ചെയ്ത ഞങ്ങളുടെ ഹോസ്പിറ്റലിന് നാണക്കേടാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ സർജൻ കുറച്ച് വിറ്റമിൻ ടാബ്ലറ്റ്സ്, മിനറൽ ടാബ്ലറ്റ്സ് എല്ലാം എഴുതി കൊടുത്ത് ഈ ഹസ്ബൻഡിനെയും വൈഫിനെയും ഇവരെ ആംബുലൻസിൽ സ്ട്രെച്ചറിലാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ഒരു കാര്യം ഈ സർജൻ ചെയ്തു, ആ വൈഫിന്റെ അവരുടെ മോളുടെ കയ്യിൽ ഒരു ബൈബിള് കൊടുത്തു. ബൈബിള് കൊടുത്തിട്ട് ഇന്ന വചനങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. മെയിൻലി ഹീലിംഗ് വേഴ്സസ് ആണ്, എപ്പോഴും വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. കാരണം ഈ സർജൻ അറിയാം ഈ വ്യക്തി അധികം ജീവിക്കത്തില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഈ സഹോദരിയെയും ഹസ്ബൻഡിനെയും ആ മോളെയും പറഞ്ഞു വിട്ടു. ഹല്ലേലൂയ. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി 1 മാസം കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഈ സർജൻ വിചാരിച്ചു, ഓക്കെ, അവര് ഒരാഴ്ച വരെയല്ലേ പറഞ്ഞിരുന്നേ, അവർ ഇനി ഒരാഴ്ച മരിച്ചു കാണും. ഇല്ല, 1 മാസം കഴിഞ്ഞപ്പോൾ ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ സഹോദരി നടന്നുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ ഈ സർജന്റെ അടുത്ത് വന്നിട്ട്, ഹല്ലേലൂയ, എനിക്ക് ട്രീറ്റ്മെന്റ് തരൂ, കണ്ടിന്യൂ ചെയ്യൂ ട്രീറ്റ്മെന്റ്, എന്നെ കർത്താവ് ഇത്രത്തോളം സൗഖ്യമാക്കി. ആ സ്ത്രീ പിന്നെ എത്രയോ വർഷങ്ങൾ ജീവനോടെ ഇരുന്നു എന്നുള്ള സാക്ഷ്യം. ആ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ അനേക കേസുകൾ ഇങ്ങനെ ഉണ്ടാവാൻ ഇടയായി. പരിശുദ്ധാത്മാവ് ശക്തമായി ആ സർജനോട് ഇടപെടുകയും ഒരുപാട് രോഗികളെ ഇപ്പോഴും ആ അരുണാചൽ പ്രദേശിൽ ഈ സർജനിലൂടെ സൗഖ്യമായി കൊണ്ടിരിക്കും. ദൈവമക്കളെ, ദൈവവചനത്തിന് എത്ര ശക്തി ഉണ്ടെന്ന് മനസ്സിലായോ? ദൈവവചനത്തിന്റെ ഹീലിംഗ് പവർ എന്താണെന്ന് മനസ്സിലായോ? ഹല്ലേലൂയ. എത്ര ഡെഡ് സെൽസ്, എത്ര ലോക മെഡിസിൻ പറയുന്ന ഇനി ജീവിക്കത്തില്ല, ഇനി ഒരു ഹോപ്പും ഇല്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവവചനം കേട്ട് 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 ആ പേഷ്യന്റ് ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്ന് 7 ദിവസം മാത്രം ഡോക്ടർ പറഞ്ഞിരുന്ന അവസ്ഥയിൽ അവർ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ടെസ്റ്റിമണി ഷെയർ ചെയ്തത്. ഹല്ലേലൂയ. നമുക്ക് വരാം വചനത്തിലേക്ക്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ അതിന്റെ ലാസ്റ്റ് 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ പിതാക്കന്മാർ അല്ലെ, നമ്മുടെ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ നമ്മുടെ പിതാക്കന്മാര് ഹല്ലേലൂയ രക്ഷയിൽ പണ്ടത്തെ ആ ഒരു പെന്തക്കോസ് പാരമ്പര്യത്തിലുള്ള അപ്പന്മാർ പിതാക്കന്മാർ എത്രമാത്രം അവർ ലോകത്തെ വെറുത്ത് ഈ ഭൂമിയിൽ ജീവിച്ചവരാണ്. ഹല്ലേലൂയ. ഓറികോ റസ്യ നമ്മൾ വായിക്കുന്നതാണ്, വിശ്വാസ വീരന്മാർക്ക് ലോകം യോഗ്യമായിരുന്നില്ല. ലോകത്തിന് വിശ്വാസ വീരന്മാരെ യോഗ്യമായിരുന്നില്ല. നമുക്കറിയാം നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പലപ്പോഴും പലയിടത്ത് ചെല്ലുമ്പോഴും നമ്മൾ അവഗണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. കാരണം നമ്മുടെ ശത്രുവാണ് ഈ ലോകം. ഹല്ലേലൂയ. കാരണം എന്താണ്? ഈ ലോകം ഹല്ലേലൂയ
ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. കുടാരക സന്ദർഭ ലോകത്തിന്റെ വൈരിയാണ് ഒരു വിശ്വാസി, അതുപോലെ വിശ്വാസിയുടെ വൈരിയാണ് ലോകം. ഹല്ലേലൂയ. എങ്കിലും വിശ്വാസത്താൽ വിശ്വാസ വീരന്മാർ ലോകത്തെ ജയിച്ചതായിട്ടാണ് നമ്മൾ എബ്രായ ലേഖനം 11-ാമത്തെ ചാപ്റ്റർ മുഴുവൻ വായിക്കുമ്പോഴും നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ദുഷ്ടത, എന്താ പറയുക, ദുഷ്ടത കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുകയാണ്. ആ ദുഷ്ടനായ സാത്താൻ ദൈവത്തിന്റെ ശത്രുവാണ്. നമുക്കും ഈ ലോകം ഒരു ശത്രു ആയിരിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. ദുഷ്ടത നിറഞ്ഞ ഈ ലോകവുമായി ഒരു യോജിപ്പിൽ പോകുവാനും ദൈവത്തിന്റെ മക്കൾക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്ന ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നു. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ഹല്ലേലൂയ. നമ്മളിൽ ആരെങ്കിലും ഹല്ലേലൂയ ലോകത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ പിതാവിന്റെ സ്നേഹം ഇല്ല ദൈവമക്കളെ. വചനം ഇങ്ങനെയാ പറയുന്നത്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും ഇരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരേ സമയത്ത് നമ്മുടെ ദൈവത്തെ ലോകത്തെയും ഒരുമിച്ച് നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് ലോകത്തിലെ കാര്യങ്ങൾ ഹല്ലേലൂയ അതിൽ പ്രകാരം ജീവിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരും. ഹല്ലേലൂയ. കർത്താവ്, അതായത് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കർത്താവ് ലൗകികനല്ലാത്തതുപോലെ നാമും ലൗകികന്മാരല്ലാത്തതിനാൽ ലോകം നമ്മെ പഴിക്കുന്നു. നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ട്, ഞാനൊക്കെ ആദ്യകാലത്ത് രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് പലപ്പോഴും പല സഭയിലും ഭയങ്കര ഈസ്റ്റ് ആയിട്ടുള്ള വചനത്തിൽ നിൽക്കുന്ന ആ ഒരു ട്രഡീഷണൽ പെന്തക്കോസ്റ്റൽ ആ ദൈവമക്കളെ, ആ പിതാക്കന്മാരെ മാതാക്കളെ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, എന്തിനാ ഇവർ ഇത്രയും വലിയ വെറുപ്പ് കാണിക്കുന്ന ലോക കാര്യങ്ങളിൽ? അവര് പലപ്പോഴും അവരുടെയൊക്കെ സംസാരം നല്ല വചനത്തിൽ നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയുള്ളവരെ ഞാൻ പലപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലൊന്നും അധികം ലോകമുണ്ടാവില്ല. അവരെപ്പോഴും ദൈവത്തിന്റെ വിശ്വാസത്തെക്കുറിച്ചും ദൈവത്തെ ഉയർത്തിയും അവരുടെ ദൈവം കൊടുത്ത അനുഭവങ്ങളെ കുറിച്ചും സംസാരിക്കുന്നവരായിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും, എന്തിനാണ് ഇത്ര വലിയ ലോകത്തെ വെറുക്കുന്നത്? ഹല്ലേലൂയ. സാത്താൻ നമ്മളെ എപ്പോഴും ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ദൈവമക്കളെ ഈ ലോകം, ഈ ലോകത്തിന്റെ ഓരോരോ കാര്യങ്ങളും. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:7 പറയുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, അത് വായിക്കുമ്പോൾ നമുക്കറിയാം, കളിതമാശകളോ നമ്മുടെ ജഡത്തിൽ ഹല്ലേലൂയ പലപ്പോഴും തമാശ രൂപത്തിൽ എടുക്കുന്ന പല കാര്യങ്ങളും, നമ്മുടെ സംസാരങ്ങൾ, നമ്മളെ കളിചൊല്ല്, നമ്മള് മറ്റുള്ളവരെ പരിഹസിച്ച് പറയുന്നത് അല്ലേ, നമുക്കറിയാം നമ്മുടെ വാക്കുകളിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ പറയുന്നത് അതെല്ലാം ദൈവവചനത്തിന് വിരോധമാണ്. ഹല്ലേലൂയ. ആത്മീയ വാക്കുകൾ മാത്രമേ സംസാരിക്കൂ. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരും, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും സംസാരം, നമ്മുടെ കോൺവെർസേഷൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്രത്തോളം ആത്മീയരാണെന്നുള്ളത്, നമ്മൾ എത്രത്തോളം ഹല്ലേലൂയ വചനത്തിൽ വളർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. സോ നാം ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്ന് നമ്മെ തെരഞ്ഞെടുത്തതിനാൽ ലോകം നമ്മെ പകയ്ക്കുന്നു. ഹല്ലേലൂയ. എന്താ പറയാ, ഈ പാറയുടെ പിളർപ്പിലിരിക്കുന്ന ഹല്ലേലൂയ ആ പ്രാവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആ എന്താ പറയാ, ആ ദൈവവചനത്തിന് ദൈവപ്രമാണത്തിൽ നിൽക്കുന്ന ലേവ്യ പുസ്തകത്തിൽ നമുക്കറിയാം, അവിടെ 2 എന്താ പറയാ, ഈ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് 2 ശുദ്ധിയുള്ള പക്ഷികളെ, പ്രാവുകളെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. അവൻ ഒരു പ്രാവിനെ മൺപാത്രത്തിൽ ഉറവ് വെള്ളത്തിൽ തിന്നാതെ അറുത്ത ജീവനുള്ള പ്രാവിനെ അറുത്ത പ്രാവിന്റെ രക്തത്തിൽ നോക്കി സ്വതന്ത്രമായി വിട്ടയക്കുമായിരുന്നു. അപ്പൊ ആ പ്രാവ് പഴയതുപോലെ ആ പ്രാവിൻ കൂട്ടത്തിൽ പോയിരിക്കത്തില്ല. ഹല്ലേലൂയ. ആ രക്തം പുരണ്ട പ്രാക്കളെ മറ്റേ പ്രാവുകൾ ഓട്ടിച്ചു വിടും. നമ്മളെല്ലാം രക്തത്താൽ കഴുകപ്പെട്ട് ഈ കാൽവരി ക്രൂശിലെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നാം ലോകക്കാരായിരുന്നു എങ്കിൽ നാം ലോകത്തിന് സ്വന്തമായിരുന്നു. എന്നാൽ നമ്മളെ ലോകത്തിൽ നിന്ന്
കർത്താവ് വിളിച്ചു വേർതിരിച്ചവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്ക് ലോകക്കാരെ പോലെ സംസാരിക്കാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും കഴിയത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തേശുവിൽ നമുക്കറിയാം, ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ. ഹല്ലേലൂയ. വിശുദ്ധിയിൽ ജീവിക്കാൻ, കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ പ്രമാണത്തിൽ നിൽക്കുന്നവർ ഒരു ചെറിയ കൂട്ടമാണ്. ആ കൂട്ടത്തിന് നിൽക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അത്രയ്ക്കൊന്നും രഹസ്യക്ഷത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കവിളപ്പ്, പട്ടിണി, അങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ പൗലോസ് കടന്നുപോയി. ഹല്ലേലൂയ. എല്ലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ക്രിസ്തുവിന് വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഹല്ലേലൂയ. പല ഉപദ്രവങ്ങളിലൂടെ സഭ പല പ്രതികൂലങ്ങളിലൂടെ ട്രിബുലേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയാവിനെ പോലെ കർമ്മേലിന്റെ പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ ഒരു കൊയ്ത്ത് നമുക്കുണ്ട് ദൈവമക്കളെ. അതിലെ ഗലാത്യ ലേഖനം നമ്മൾ 4:19 വായിക്കുമ്പോൾ ഗലാത്യ ലേഖനം 4:19 ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. അനേക ആത്മാക്കളെ ഈ ദിവസങ്ങൾ നമുക്കൊരു കൊയ്ത്തുണ്ടാകണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ കർമ്മേലിൽ ഹല്ലേലൂയ പർവ്വതങ്ങളിൽ പോയിരുന്ന് ഹല്ലേലൂയ നമ്മൾ ഒറ്റയ്ക്ക് ദേശത്തിനു വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ നടുവിൽ ഇറങ്ങണമെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതം ദൈവവചന പ്രകാരമായിരിക്കണം. വിശുദ്ധിയോടുള്ള ജീവിതം. യോശുവ 3:5 കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ജനത്തെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വത്തിൽ നമ്മൾ ഹല്ലേലൂയ സ്പിരിറ്റ് റലത്തിൽ നമ്മളിരുന്ന് അനേക മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ആളിൽ അടുത്ത തലങ്ങളിലേക്ക് ഉയർന്നു കയറണമെന്ന് പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവമക്കളെ, എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നമ്മളെ പിന്നോക്കം, നമ്മളെ ആ ഒരു കർത്താവിന്റെ ആ ആത്മീയ മണ്ഡലത്തിലേക്ക് കയറുവാൻ നമ്മളെ പിടിച്ചു താഴോട്ടിടുന്നത് പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജഡീക സ്വഭാവങ്ങളാണ്, നമ്മുടെ പാപ സ്വഭാവങ്ങളാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ ജയിക്കേണ്ടത്? ഹല്ലേലൂയ. എങ്ങനെയാണ് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ആകുന്നത്? ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ആയാൽ മാത്രമേ ദൈവമക്കളെ നമുക്ക് നമ്മുടെ ഈ ഫ്ലഷ്ലി സ്വഭാവങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ആയിത്തീരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിട്ട് നന്മ തിന്മകളെ കുറിച്ച് അറിയുന്ന കാലമാകുമ്പോൾ ഹല്ലേലൂയ അവന്റെ കോൺഷ്യസ് മൈൻഡിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകും. ഹല്ലേലൂയ. നല്ലൊരു വചന ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കറിയാം, ഇപ്പൊ ഒരു ദേവദാസന്മാരുടെ കുടുംബമോ അങ്ങനെ ഉള്ളവരിൽ പോലും പക്ഷെ നമ്മൾ അത്രയും ഒരു ആത്മാവിന്റെ ഇടപെടൽ കാണുന്നില്ല. എങ്കിലും വചനപ്രകാരം വളർത്തപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബത്തിലേക്ക് ആത്മാവിന്റെ ഹല്ലേലൂയ ആ ഒരു ഇടപെടൽ ശക്തമായി ഉണ്ടാകും. ഹല്ലേലൂയ. ഓ പിതാ, നമുക്കറിയാം പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ പുത്രന്റെ അടുക്കൽ ആർക്കും വരാൻ കഴിയത്തില്ല. അപ്പൊ യേശു കർത്താവിന്റെ
പ്രേക്ഷകരെന്ന് ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സംസർഗം ഇല്ലാതെ ആർക്കും പറ്റത്തില്ല. പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും യേശു കർത്താവെന്ന് പറയുവാൻ കഴിയത്തില്ല. അടുത്തത് ഹല്ലേലൂയ, നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്നാനപ്പെടണം. ആ സ്നാനപ്പെടുന്ന പോലും പല ഈ ദിവസങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള ഓരോരുത്തരും ഓരോ എക്സ്ക്യൂസസ് പറയുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, നിങ്ങൾ ഓരോ ഉപാധിയും പറയും. ദിവസങ്ങളിൽ കർത്താവിന്റെ കൽപ്പന നിങ്ങൾ വേഗം അനുസരിക്കുക. ഹല്ലേലൂയ, ആ ഒരൊറ്റ കാരണം നിങ്ങൾ ആ വിളിയിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത്. ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും കർത്താവിന്റെ വചനം, നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ബി ഒബീഡിയന്റ് ആൻഡ് സബ്മിസീവ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. നമുക്ക് ഈ കർത്താവ് തന്നിരിക്കുന്ന സകല കൽപ്പനകളും പുതിയ നിയമ വചനങ്ങൾ, ഈ വചനങ്ങളെല്ലാം അനുസരിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നയിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. ദൈവമക്കളെ, 1 ശമൂവേൽ 15:22 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അപ്പൊ നമ്മൾ എത്ര ആരാധിച്ചാലും, ഈ ദിവസങ്ങളിൽ ഞാനൊരു സാക്ഷ്യം കേട്ടതാണ്. ഒരു സഹോദരിയെ കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്തതാണ്. ഹല്ലേലൂയ, ഭൂമിയിൽ ശക്തമായി പ്രവചന ശുശ്രൂഷ, കൃപാവരങ്ങളുടെ ശുശ്രൂഷ ഒക്കെ ചെയ്ത് അനേക ആത്മാക്കളെ നേടിയ ഒരു സഹോദരിയാണ്. ഹല്ലേലൂയ, 500 ആത്മാക്കളെ വരെ അവർ നേടി. അവരെന്നും വചനം വായിക്കുന്നവരൊക്കെ ആയിരുന്നു. പക്ഷേ അവരിന്ന് നരകത്തിൽ കിടക്കുക. കാരണം എന്നാ ദൈവമക്കളെ? ബിക്കോസ് ഓഫ് ബിറ്റർനെസ്, കയ്പിന്റെയും അൺഫോർഗീവ്നെസ്സിന്റെയും പാപം കാരണം. ഇതൊന്നും ഞാൻ കഴിഞ്ഞ ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ, ഗലാത്യ ലേഖനത്തില് ആ അസൂയ, പക, ആശങ്ക, ദ്വന്ദ്വപക്ഷം, അസൂയ, ആ പട്ടികയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിത്യത നമ്മൾ അനുഭവിക്കത്തില്ല. ആ സ്വർഗരാജ്യത്തെ നമുക്ക് കടക്കുവാൻ കഴിയത്തില്ല. സ്വർഗം നമുക്ക് നഷ്ടമായി പോകരുത്. ഹല്ലേലൂയ. അപ്പം ഇതൊക്കെ ചെയ്താലും പലപ്പോഴും നമുക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഫ്ലഷില് നമ്മളെ ആ ഫ്ലഷില് ചില ശക്തി, അതായത് നമ്മളെ ഇങ്ങനെ ആ ഒരു ഫ്ലഷ്ലി കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ഒരുപാട് ഫോഴ്സ് ചെയ്യിപ്പിക്കും. പക്ഷെ അതിന് നമ്മൾ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ, പരിശുദ്ധാത്മാവെ, എനിക്ക് ഇത് ജയിക്കുവാൻ സ്വയമായി കഴിയത്തില്ല, അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ സ്വഭാവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമുക്ക് എവിടെയൊക്കെയാണ് ബലഹീനതകൾ, നമുക്ക് എവിടെയൊക്കെയാണ് കുറവുകൾ, നമുക്ക് എവിടെയൊക്കെയാണ് ജയിക്കാൻ കഴിയാത്തതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ആ ഭാഗങ്ങളെ നമ്മൾ ഉപവാസത്തിലോ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് നമ്മളെ കർത്താവുമായിട്ടുള്ള ഹല്ലേലൂയ പ്രാർത്ഥനയിൽ ദൈവമക്കളെ പരിശുദ്ധാത്മാവിനെ allow ചെയ്യാം. We should allow the Holy Spirit to work in us. Hallelujah. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ ആ സ്വഭാവങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടേഴ്സ് ശക്തമായി എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ടാണ് നമുക്കറിയത്തില്ല, പല ശുശ്രൂഷകളിലും നമ്മൾ ആരാധിക്കുമ്പോൾ, സൺഡേ ആരാധനയായിരിക്കാം, ഒരു ശുശ്രൂഷയ്ക്ക് നമ്മൾ കടന്നു പോകും, ഇങ്ങനെ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോഴായിരിക്കും ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വീഴും. ആ വീഴുന്ന സമയത്ത്, അതുകൊണ്ടാണ് വചനധ്യാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരിശുദ്ധാത്മാവിനുള്ള വചനധ്യാനം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. ആ വചനധ്യാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങുകയും നമ്മുടെ പല ബോണ്ടേജസ്, അതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് പല യോക്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യോക്ക് ഓഫ് ഇഗ്നറൻസ്, ദാറ്റ് മീൻസ് നമ്മുടെ വചനം അറിയാത്ത കാരണം പല ബോണ്ടേജസിൽ നമ്മളായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ സത്യം അറിയുമ്പോൾ നമ്മൾ അതിന് സ്വതന്ത്രരാകും. ഹല്ലേലൂയ. അപ്പം ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം, അനോയിന്റ്മെന്റ്. ഹല്ലേലൂയ. എന്താണ് അനോയിന്റ്മെന്റ്? യോക്കിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പവർ ഓഫ് ഹോളി സ്പിരിറ്റിനെയാണ് അനോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അഭിഷേക നിമിത്തം, നമ്മളുടെ പുഷ്ടി നിമിത്തം, അഭിഷേക നിമിത്തമാണ് നമ്മുടെ നുകങ്ങൾ ഒടിഞ്ഞു പോകും. നുകം എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ഒരു വയലില് കാളയെ ഒഴിവാൻ കൊണ്ടുപോകുമ്പോൾ കാളയുടെ തോളിൽ വെച്ചിരിക്കുന്ന ആ ഒരു നുകമാണ്. അത് കറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ് ആയിട്ട് ആ യജമാനൻ പറയുന്ന അനുസരിച്ച്
അനുസരിച്ച് പോവാൻ വേണ്ടി ആ നുകം വെച്ചിരിക്കുകയാണ്. പക്ഷേ ആ അഭിഷേകം നമ്മുടെ മേലെല്ലാം പല കൾച്ചറൽ രീതിയിൽ ട്രഡീഷണൽ ആയിട്ട് നമുക്കുള്ള പല യോഗ്സ് ഉണ്ട്. നമ്മൾ പോലും അറിയാത്ത, നമുക്കറിയാം ഇപ്പൊ പല കാറ്റഗറിയിൽ നിന്നാണ് നമ്മളെല്ലാം രക്ഷയിലേക്ക് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ മരിച്ചു, എന്നാൽ പല കാര്യങ്ങളും നമ്മുടെ എല്ലാ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച് ശക്തിയോടെ ശുശ്രൂഷ ചെയ്യുന്നവരിൽ പോലും പല കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതെല്ലാം ബ്രേക്ക്, നമ്മൾ എത്രത്തോളം അതിനെ ബ്രേക്ക് ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ തീയിനകത്ത് നമ്മളെ തന്നെ ഇട്ടുകൊടുക്കുമ്പോൾ അതെല്ലാം വെന്തുരുകിപ്പോയി നമ്മളെ ആത്മാവിൽ ഫ്രീ ആവും ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ശക്തിയുള്ള ആരാധനയും വചന ധ്യാനത്തിലും നമ്മൾ കൂടുതൽ പങ്കെടുക്കണം, നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഉദാഹരണ സന്ദർഭ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ ശുശ്രൂഷയിൽ കടന്നുപോയപ്പോൾ ഒരു സഹോദരിക്ക് ഓൾറെഡി അവർക്ക് ബാക്ക് ബോണിന്റെ ഒരു സർജറി കഴിഞ്ഞതാണ്. പിന്നെ ഒരു സർജറി ഡോക്ടർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തില്ല. അവർക്ക് സിവിയർ ആയിട്ടുള്ള ബാക്ക് ബോൺ പെയിൻ വന്നു. അവർക്ക് കൈ പൊക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ദൈവത്തിന്റെ തീ ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ അവരെ ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവ് ആ തീയിലിട്ട് അവരെ ഹല്ലേലൂയ ശക്തമായ ഒരു ശുശ്രൂഷ നടന്നു. അവർക്ക് സർജറി വേണം എന്ന കേസ് പരിശുദ്ധാത്മാവ് ഫുള്ളി അവരെ ആ ശുശ്രൂഷയുടെ നടുവിൽ ഹീൽഡാക്കി. ദൈവങ്ങളെ പരിശുദ്ധാത്മാവിന് കഴിയാത്ത ഒന്നുമില്ല. പക്ഷെ നമ്മളെ കർത്താവിന് പരിശുദ്ധാത്മാവിന് നമ്മളെ കീഴടങ്ങണം. Hallelujah. We should be submissive and we should be obedient to the word of God. Rimara shakaraba. അങ്ങനെ പലവിധമായ യോഗസ് ഉണ്ട്. യോഗ ഓഫ് ട്രഡീഷൻ ഉണ്ട്, കൾച്ചർ ഉണ്ട്, യോഗ ഓഫ് എന്താ പറയുക ഇഗ്നറൻസ് ഉണ്ട്. Hallelujah. ഇതിനെല്ലാം ഫിയർ ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവിനാൽ കഴിയും. കർത്താവ് പറഞ്ഞു, Hallelujah, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. Hallelujah. The yoke of Jesus. Hallelujah. ആ yoke of Jesus നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ എല്ലാ സ്ട്രെസ്സും മാറും, നമ്മുടെ ജീവിതത്തെ സമാധാനം കൊണ്ട് നിറയും. കർത്താവ് പറഞ്ഞു, light, it brings, നമ്മുടെ എല്ലാ പ്രഷറും മാറും, നമ്മുടെ എല്ലാ എന്താ പറയുക എപ്പോഴും ഒരു അസ്വസ്ഥത, കൺഫ്യൂഷൻ എല്ലാം മാറി ദൈവത്തിന്റെ വലിയ സമാധാനത്താൽ നമ്മൾ നിറയപ്പെടും. ആരിലെ കർത്താവിന്റെ ആത്മാവിനോടൊപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ബേർഡൻസ് എല്ലാം ഉരുകിപ്പോകും. പലപ്പോഴും നമ്മൾ ശുശ്രൂഷയുടെ നടുവിൽ കണ്ടിട്ടില്ലേ, എത്രയോ ബേർഡൻസ്, എത്രയോ വേദനകൾ ഭാരത്തോടു കൂടിയായിരിക്കും നമ്മളൊരു മീറ്റിംഗ്, ഇങ്ങനത്തെ ഒരു മീറ്റിംഗോ അല്ലെങ്കിൽ വചന ശുശ്രൂഷ നടക്കുന്ന എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി കഴിയുമ്പോൾ അതെല്ലാം നമ്മൾ ഫ്രീ ആയി നമ്മൾ സന്തോഷത്തോടെ ഇറങ്ങുന്നതിന്റെ കാര്യം ഇതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. റികാരബ സ്യാന്തരാരബ ശന്തരബ. കർത്താവ് പറഞ്ഞു, I will build you. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ എന്റെ ആത്മാവിനാൽ നിങ്ങൾ നടത്തപ്പെടുമ്പോൾ നിങ്ങളുടെ എല്ലാ ബോണ്ടേജസും ബ്രേക്ക് ആയി നിങ്ങൾ ഫ്രീ ആവും. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പ്രമാണിച്ച് അനുസരിച്ച് കർത്താവിന് സബ്മിസീവ് ആയിട്ടിരിക്കുന്നവർക്ക് ഹല്ലേലൂയ കർത്താവിന്റെ നുകം മൃദുവും ചുമട് ലഘുവുമായിരിക്കും. കർത്താവേ, ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധി ഇന്ന് രാത്രി നമ്മുടെ സകല ബേർഡൻസ്, നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ കർത്താവിന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പാദത്തിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഇപ്പോൾ ഈ വചനം കേട്ടിരിക്കുന്ന സകലരുടെ മേൽ ഇറങ്ങുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. Oh, you said, Daddy, take my yoke upon you. My yoke is easy. My burden is light. No more delays. Hallelujah. എല്ലാ ഡിലേസും ബ്രേക്ക് ആവട്ടെ. എല്ലാ ഉള്ളിലെ ഭാരങ്ങളും എല്ലാ ഭയങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ തീയാൽ അത് നിർവീര്യമാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും
ഒരു സ്വർഗീയ സാലിൽ സമാധാനത്താൽ നിറയപ്പെടുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിനടിയെ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉദാരക സന്ദർഭ രഹസ്യ കർത്താവേ, എല്ലാവരും ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ abide in me, hallelujah, abide in my word, and hallelujah go higher, climb up higher these days. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി hallelujah ആത്മ മണ്ഡലങ്ങളിൽ ഉയരട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഈ താഴ്ന്ന മണ്ഡലങ്ങൾ നമ്മുടെ വിഷയങ്ങളുമായി ഭാരങ്ങളും പ്രയാസങ്ങളും അതെല്ലാം മറന്ന് ഹല്ലേലൂയ കഴുകൻ തന്റെ കുഞ്ഞിനെ ഹല്ലേലൂയ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ God is going to lift us high. നമ്മൾ ആത്മീയമായി ഉയർന്നു കഴിയുമ്പോൾ ദൈവമക്കളെ നമ്മുടെ വിഷയങ്ങളെല്ലാം ഉരുകിപ്പോകും. നമ്മുടെ സ്പിരിറ്റ് വെള്ളത്തിൽ we will be peaceful, we will be happy, we will fly higher and higher. അങ്ങനെയാണല്ലോ കഴുകനെ കുഞ്ഞുങ്ങളെ കർത്താവ് കഴുകനമ്മ ഇടയ്ക്കിടയ്ക്ക് കൂട് അനക്കി കൊടുക്കുക. എന്തിനാണ്? ഹല്ലേലൂയ. ഇവർ പതുക്കെ പതുക്കെ കംഫർട്ട് സോണിൽ എപ്പോഴും ഈ കൂടിനകത്ത് ഇങ്ങനെ ഇരുന്നാൽ പോരാ. ഹല്ലേലൂയ. ഇത് പതുക്കെ പതുക്കെ പറക്കാൻ പഠിച്ച് കുറച്ച് അവരിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് അമ്മയോട് ദേഷ്യമാ. ഹല്ലേലൂയ. പക്ഷേ കുറച്ചവർ പറന്ന് ഉയർന്നു പോകുമ്പോൾ ഹല്ലേലൂയ അവർ സന്തോഷിക്കും. ഹല്ലേലൂയ. വേറെ ഒരു പക്ഷിക്കും കിട്ടാത്ത ഹല്ലേലൂയ പ്രിവിലേജാണ് ആ ഈഗിളിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പയർന്നുയരുന്ന ദൈവമക്കളായി നമ്മൾ തീരട്ടെ. ഹല്ലേലൂയ. ഒരു വലിയ കൊയ്ത്ത് നമ്മുടെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വരണ്ട. ഹല്ലേലൂയ. നമ്മൾ നിസ്സഹായപ്പെട്ട് നമ്മുടെ വിഷയങ്ങൾ തളർന്നിരിക്കുന്നവരായിട്ടല്ല. climb up high. Seek the Lord. Go higher and higher. എന്നും കൈയും കൊട്ടി അന്യഭാഷയും പറഞ്ഞ് ഇരിക്കുന്നവരായിട്ടല്ല. ഹയർ തലത്തിലേക്ക് ദിവസങ്ങൾ കയറി നമ്മുടെ ദേശത്തിന് വേണ്ടി ജനത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ശക്തമായി നമ്മൾ ഉപയോഗിക്കപ്പെടുവാൻ നമ്മളെ തന്നെ ഇന്ന് രാത്രി താഴ്ത്തി സമർപ്പിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇപ്പോൾ ഇറങ്ങിയാൽ, എന്റെ മേൽ ഇറങ്ങാൻ ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, അടിയങ്ങൾ ഇതാ കർത്താവേ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തളർത്തുന്നവർ, ഞങ്ങളെ ക്ഷീണിക്കുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ ഞങ്ങളെ താമസിപ്പിക്കുന്ന ഡിലേസ് അതിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സകല പ്രാർത്ഥന യാചനയെ പറ്റി കൃപയ്ക്കായി സ്തോത്രം. എല്ലാ മഹത്വീഷിപ്പിച്ചെടുത്താട്ടെ. ഹല്ലേലൂയ. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ.